പിന്നെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ പറ്റിയായിരുന്നു. അത് 3 വയസ്സുള്ളപ്പോൾ തന്നെ ആക്ച്വലി ഈ കിഡ്നിയുടെ ആൽബുമിൻ പ്രസൻസും ഒക്കെ വന്ന് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ട്രീറ്റ്മെൻറ്റിലായി. പക്ഷേ ആൽബുമിൻ കുറയുന്നില്ല. 4+ ഒക്കെ ആയി. പിന്നെ വേറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇൻഫെക്ഷൻസ് വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് ശരിക്കും ചെയ്യാൻ സാധിക്കുക? അത് മോസ്റ്റ് പ്രോബബ്ലി അതൊരു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും. ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം വന്നിരിക്കുന്ന ഇതാണ് വരുന്നത്. അതാണ് പ്രോട്ടീൻ പോകുന്നത്. അപ്പം മിക്കവാറും അവർക്ക് അതിന് വേണ്ടിയിട്ട് സ്റ്റിറോയിഡ്സ് മരുന്നൊക്കെ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഇൻഫെക്ഷനൊക്കെ വരുന്നത്. 3 വയസ്സല്ലേ ഉള്ളൂ. നമ്മൾ സ്കൂളിലൊക്കെ പോകാനാകുമ്പോൾ വരുമ്പം ഇൻഫെക്ഷൻ വരും. അപ്പം ഇതിൽ ഈ കുട്ടികൾക്ക് ആണ് ഇങ്ങനെ പ്രോട്ടീൻ പോകുന്നത്. അത് നമ്മളിങ്ങനെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ചൊരു കൺട്രോളിൽ ഈ സ്റ്റിറോയിഡ്സ്, പ്രെഡ്നിസോലോൺ പോലെയുള്ള മരുന്നായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി കഴിക്കുന്നത്. അതാണ് ഇൻഫെക്ഷനിലേക്ക് പോകും. പിന്നെ അവർക്ക് ഓവറായിട്ട് വെയിറ്റ് വയ്ക്കും ഈ സ്റ്റിറോയിഡ്സ് ലോങ് ടൈം എടുത്ത്. ഇതിൽ ഞാനൊരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. അതായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പം. ഇതൊരു കൊച്ചു കുട്ടിയാണ്. 14 വയസ്സുള്ള കുട്ടിയാണ്. അപ്പം ഈ കുട്ടിക്ക് 2 വയസ്സിൽ തുടങ്ങിയതാണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയുള്ള അൽബുമിനൂറിയ. അത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ വന്നു. ആക്ച്വലി ഒരു 12 വയസ്സായപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഈ കൊച്ച് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും ഫുഡൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമോ ഇല്ലയോ എന്നൊക്കെ അമ്മയ്ക്കും ഒക്കെ ഡൗട്ട്. അപ്പം 12 വയസ്സൊക്കെ ഉള്ളവർ നമ്മൾ പേരൻസ് ആരെങ്കിലും കൂടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാനും ഈ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യാനും വില്ലിങ് ആയാൽ മാത്രമേ നമുക്കൊരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിനെ ഇപ്പോൾ 3 വയസ്സുള്ള കൊച്ചിന് നമ്മളെങ്ങനെ ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കാൻ പറ്റും? അപ്പം അവർ പേരൻസ് ആരെങ്കിലും പഠിച്ച് അതിൻ്റെ കൂടെ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പം യൂഷ്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ 10 വയസ്സ് കഴിഞ്ഞ് കുട്ടികളെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഈ 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും ഈ ഒരു ഇതായിട്ടുള്ളവരും കൂടെ അവരാണേലും പേരൻസും കൂടെ ജോയിൻ ചെയ്യണം. അപ്പം ഇതിന് ഒരു കുറച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ടെസ്റ്റുകൾക്കും അതിൻ്റെ ഫോളോ അപ്പിനും ഒക്കെ കുറച്ച് കോസ്റ്റും വരുന്നുണ്ട്. അപ്പം ചിലർക്ക് എനിക്ക് അസുഖമില്ലല്ലോ പിന്നെ ഞാനെന്തിനാ അപ്പം 2 പേരുടെയും കൂടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ആസ്പെക്റ്റ് കൊണ്ടും ഞാൻ ജനറലി കാണുന്നത് പേരൻസിനും ആ ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും.